പാവസ നമസ്കാരം. നമസ്കാരം. വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, നിങ്ങൾ കള്ളനെന്ന് വിളിച്ചില്ലേ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കള്ളൻ എന്ന കവിതയിലെ 4 വരികളാണ് ഞാൻ ചൊല്ലിയത്. എന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ ചൊല്ലിയത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാതെ തന്നെ ഫവാസിന് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കാണും. എനിക്ക് തോന്നുന്നു ദേശാഭിമാനിയുടെ ചരിത്രത്തിൽ ആദ്യമായി സൺഡേ സപ്ലിമെൻ്റ് മണ്ടയിൽ ഇറങ്ങിയിരിക്കുന്നു. ഞങ്ങളൊക്കെ ഈ ക്ഷേത്രവിശ്വാസികളാണ്. അപ്പോൾ ഈ മകരച്ചൊവ്വ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മകരത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് മകരച്ചൊവ്വയായിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ പൊങ്കാലയൊക്കെ ഉണ്ടാകുന്ന ഒരു രീതികളുണ്ട്. അപ്പോൾ മകരച്ചൊവ്വയ്ക്ക് ഒഴിവുണ്ടോ എന്നൊരു കുട്ടി ക്ലാസ്സിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ കുറച്ച് ബാലിശമായൊരു രീതിയാണ് സംസാരിച്ചത്. എടാ, ഈ കൊല്ലത്തെ മകരച്ചൊവ്വ ഞായറാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്, അപ്പോൾ ഒഴിവുണ്ട് എന്ന് പറഞ്ഞതുപോലെ സൺഡേ സപ്ലിമെൻ്റ് മണ്ടയിൽ ഇറങ്ങിയിരിക്കുന്നു ദേശാഭിമാനിയുടെ. കാരണം ഒരു കള്ളൻ വിജയൻ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവില്ല. ഫവാസിനും തെറ്റിദ്ധാരണയൊന്നും ഉണ്ടായി കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ദേശാഭിമാനിയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ എല്ലാ കാലത്തും വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ കത്തിജ്വലിക്കുന്ന സൂര്യൻ അല്ലെങ്കിൽ CPM-ൻ്റെ ജനനായകൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മുഖ്യമന്ത്രിമാരിൽ തലയെടുപ്പുണ്ടായിരുന്ന VS അച്യുതാനന്ദൻ മരണപ്പെട്ടിട്ട് ജൂലൈ 21-ാം തീയതി വരുമ്പോൾ 1 വർഷം തികയുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന KV സുധാകരൻ ഇന്നലെ ഒരു ലേഖനം എഴുതിയത് ദേശാഭിമാനി സൺഡേ സപ്ലിമെൻറ്റിലേക്ക്. ഇന്നും മുഴങ്ങുന്നു ആ കടലിരമ്പം. അതല്ല ദേശാഭിമാനിയുടെ അച്ചടിച്ച സൺഡേ സപ്ലിമെൻ്റ് നിരോധിക്കാനുള്ള കാരണം ഒരു കള്ളൻ വിജയനാണ്. ബാക്ക് പേജിൽ, അതായത് 4ാമത്തെ പേജിൽ ഈ VS-ൻ്റെ സചിത്ര ലേഖനം അടങ്ങുന്ന ആ ഒരു വിഷയം കടലിരമ്പം മുഴക്കം വന്ന് നിൽക്കുന്നത് 4ാമത്തെ പേജിലാണ്. അവിടെ മറ്റൊരു മാറ്റർ ഉണ്ടായിരുന്നു, കള്ളൻ വിജയൻ എന്ന് പറഞ്ഞൊരു മാറ്റർ. കള്ളൻ വിജയൻ വെഞ്ഞാറമൂട് PO എന്ന് പറഞ്ഞിട്ട്, കള്ളൻ വിജയൻ നടനഗ്രാമം PO വെഞ്ഞാറമൂട്, അങ്ങനെയൊരു ടൈറ്റിലാണ് ആ ഒരു ലേഖനം അച്ചടിച്ചത്. എന്നാൽ ഈ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററായ എം സ്വരാജിനെ കുറിച്ച് കൂടുതലൊന്നും പറയാതെ അറിയാം. അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എഴുതി വലിയ വിവാദങ്ങളൊക്കെ ആയ ആളാണ്. മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ആവശ്യമായ ചില ടിപ്പണികളൊക്കെ എടുത്ത് അദ്ദേഹം പുസ്തകം തയ്യാറാക്കി. പിന്നീട് പുസ്തകം പുറത്തു വന്നപ്പോഴാണ് ഏത് പുസ്തകത്തിൽ നിന്നാണ് ഈ കോട്ടിങ് സ്വീകരിച്ചിരിക്കുന്നത്, എത്രാമത്തെ ഖണ്ഡികയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദമായ, അങ്ങോട്ടേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ എന്ന നിലയിൽ ഞാൻ അങ്ങനെ ദേശാഭിമാനി ആ ഒരു സൺഡേ സപ്ലിമെൻ്റ് കണ്ടിട്ടില്ല. അച്ചടിക്കാത്തൊരു പത്രം എങ്ങനെ കാണും? ഈ പത്രവും സൺഡേ സപ്ലിമെൻറ്റും ഒക്കെ വാരാന്ത്യ പതിപ്പല്ല ഒരേ പ്രസ്സിൽ തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാങ്കേതികമായ ചില പ്രശ്നം കാരണം വാരാന്ത്യ പതിപ്പ് അടിക്കാൻ സാധിച്ചില്ല, പത്രം മാത്രമേ അടിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സാധാരണ അവരുടെ ശൈലിയിൽ സാധാരണക്കാരന് മനസ്സിലാകാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് പങ്കുവച്ചത്. എന്നാൽ ഇതിൻ്റെ വെബ്സൈറ്റിൽ PDF കൃത്യമായി ദേശാഭിമാനിയുടെ വെബ്സൈറ്റിലുണ്ടായിരുന്നു. ഈ വിഷയം വിവാദമായതോടുകൂടി അത് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. അതെന്ത് തന്നെയായാലും ഇന്നും മുഴങ്ങുന്നു ആ കടലിരമ്പം എന്ന സൺഡേ സപ്ലിമെൻ്റ് VS-ന് അനുസ്മരണം ഏർപ്പെടുത്തിക്കൊണ്ട്, സ്മരണാഞ്ജലി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ആ സപ്ലിമെൻ്റ് ഇന്ന് മണ്ടയിൽ ഇറങ്ങി എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. ഫവാസേ, ഈ കള്ളൻ വിജയൻ എന്ന് കേൾക്കുമ്പോൾ ആരാണ് വിരണ്ടു പോകുന്നത്? എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മറ്റാരെയല്ല, അത് ഈ പിണറായി വിജയനെ തന്നെയാണ്. അത് അദ്ദേഹത്തിന് തോന്നുകയാണ്, ഏതെങ്കിലും വിജയന്റെ പേര് പറയുമ്പോൾ എല്ലാ വിജയനും ഞാനാണ്, ആരെങ്കിലും ഒരാളെ കള്ളാന്ന് വിളിക്കുമ്പോൾ എല്ലാ കള്ളനും എന്നെ മാത്രം. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഏതെങ്കിലും ഒരു വിജയന്റെ പേര് പറയുന്നുണ്ട്, കുഴപ്പമില്ല. കള്ളൻ വിജയൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് അതിൻ്റെ അസഹിഷ്ണുത വരുന്നത്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റിനെ കുറിച്ച് ഫവാസ് പറഞ്ഞതുപോലെ ഈ കള്ളൻ വിജയൻ എന്നുള്ള പേറ്റന്റ് ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല എന്നുള്ളൊരു മട്ടിലാണ് ഈ കള്ളൻ വിജയൻ എന്ന് കേൾക്കുമ്പോൾ ഒരു ഞെട്ടിത്തെറിക്കൽ പല ആളുകൾക്കും ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായും വിജയൻ എന്ന് മാത്രം കേട്ടുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ PV എന്ന് കേട്ടാൽ പ്രശ്നമുള്ള PV ഞാനല്ല എന്ന് പറയും. ഇവിടെ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞതാണ് പ്രശ്നം. പോരാത്തതിന് ഈ ദേശാഭിമാനിയുടെ സൺഡേ സപ്ലിമെന്റിന്റെ ഫ്രണ്ട് പേജിലേക്ക് ഇന്ന് കണ്ടല്ലോ, അത് എന്നും മുഴങ്ങുന്നു ആ കടലിരമ്പം എന്ന് പറയുമ്പോൾ VS-ന്റെ തലയെടുപ്പുള്ള ചിത്രം VS-നെ അതിഗംഭീരമായി ഒരു കടലിരമ്പം പോലെ തന്നെ അദ്ദേഹത്തെ അനുസ്മരിച്ചിരിക്കുന്നു. നല്ല ഭാഷ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിൻപേജിൽ ഒരു കള്ളൻ വിജയൻ്റെ ചരിത്രം വരുമ്പോൾ ഏതൊക്കെ വിജയന്മാർക്ക് അത് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് വേണം വിചാരിക്കാൻ. അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അച്ചടി പൂർത്തീകരിച്ച ഒരു മാധ്യമത്തിൻ്റെ വാരാന്ത്യ പതിപ്പ് വേണ്ട എന്ന് വയ്ക്കാനുള്ള കാരണം. അത് കടലിൽ കെട്ടിത്താഴ്ത്തിയാണോന്ന് അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, കാരണം ഈ ദേശാഭിമാനിയിലുള്ള ആരെങ്കിലും ഇത് ഒറ്റുകൊടുക്കാതെ നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് എന്തായാലും കിട്ടാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലൊരു അന്വേഷണ നടപടിയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുമല്ലോ ഇതിൻ്റെ പുറകിൽ എന്തോ വസ്തുതയുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിപ്പം
ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇതൊരു പക്ഷേ അവർ വെബ്സൈറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ വിവാദങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. കാരണം ആൾക്കാർ സാധാ പോലെ വായിച്ചു പോയി അത് വായിച്ചു പോകുമായിരുന്നു. ആ വിജയൻ താനല്ല തന്നെ കാരണം പറയുന്നു അങ്ങനെ ഒരാൾ ഓൾറെഡി അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് ഇത്തരത്തിലൊരാൾ. അയാൾക്കില്ലാത്ത കുഴപ്പമാണ് പിണറായി വിജയനുള്ളത്. അല്ല, അയാളത് അഭിമാനപൂർവ്വം കാണുന്നത്. അതെ, അദ്ദേഹം പറഞ്ഞു എനിക്കതിന് എന്നെ കള്ളം വിജയം ഞാനതൊരു ക്രെഡിറ്റ് ആയിട്ട് കാണുന്നത്, എനിക്കതിന് യാതൊരുവിധ പ്രശ്നമില്ലെന്ന് അദ്ദേഹം പറയുന്നു. അപ്പം എന്താ പറയുക, അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയൊരു സാധനം പിണറായി വിജയന് വേണ്ടി മാറ്റി എഴുതുന്നു. ഞാൻ ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആ സാധനം ഡൗൺലോഡ് ചെയ്തു. പുതിയ അപ്ഡേഷൻ ഇന്നലെ രാത്രി അവർ വെബ്സൈറ്റിൽ കൊടുത്തായിരുന്നു. ഞാനത് ഡൗൺലോഡ് ചെയ്ത് വായിക്കായിരുന്നു. 3 പേജ് ഉണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ അവസാനത്തെ പേജിൽ പറഞ്ഞ പോലെ അതൊന്നും കാണാനേ ഇല്ല. അതെല്ലാം മാറ്റി മറ്റൊരു സാധനം കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതിൽ മാറ്റാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ VS-ന്റെ കാര്യങ്ങൾ അവിടെ ഫ്രണ്ട് പേജിൽ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. അത് മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ പിടിപാട് ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം എനിക്ക് തോന്നുന്നു. കാരണം അവിടെ അതിരൂക്ഷം അദ്ദേഹം എഴുതിയ വാക്കുകൾ ഇങ്ങനെയാണ്, എന്താണ് ദ്വിവാക്ക്, അതായത് ഈ പറഞ്ഞ പോലെ VS എന്നുള്ള രണ്ട് വാക്കുകൾ 2 അക്ഷരത്തിൽ. അപ്പോൾ ഇത്തരത്തിൽ ചരിത്ര മുഹൂർത്തങ്ങളിൽ താളയിലകൾ കൊണ്ട് എഴുതിയപ്പെട്ട കുറച്ച് നേതാക്കൾ മാത്രമേ ഉള്ളൂ. അത് ഒന്നുപോലെ EMS, അതേപോലെ VS, AKG, ഇങ്ങനെ കുറച്ച് നേതാക്കന്മാരുള്ള അക്കൂട്ടത്തിൽ ലോകത്തിന് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കേരളത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു നേതാവാണ്. ഇനി അദ്ദേഹത്തോടൊപ്പം കിടപിടിക്കാൻ ആരുമില്ലാത്തൊരു നേതാവാണ് ഈ പറഞ്ഞ പോലെ VS എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ലേഖകന്റെ ആരംഭം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ വലിയ തരത്തിൽ VS-നെ പുകഴ്ത്തി എഴുതുന്ന ഒരു സാധനമാണ്. അപ്പം അത് പിണറായി വിജയൻ എത്രത്തോളം സഹിക്കും എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിൽ ഈ പറഞ്ഞ പോലെ അറിഞ്ഞോ അറിയാണ്ടെയൊക്കെ വല്ലാണ്ട് VS-നെ പുകഴ്ത്തുമ്പോൾ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പലതരങ്ങളിൽ VS-ഉം ഇന്നലെ തന്നെ നമ്മൾ സാർ ചർച്ച ചെയ്താണ്. ഈ പറഞ്ഞ പോലെ അതിന് മറുപടിയായി പല സന്ദർഭങ്ങളിൽ കടലിലും അതേപോലെ ബക്കറ്റിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിവാദങ്ങൾ നടന്നൊരു സംഭവമായിരുന്നു. അപ്പൊ എന്തായാലും ആ VS-നെ തന്നെയാണ് അദ്ദേഹം പുകഴ്ത്തി എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ല, ഇത് ഒരു കാര്യത്തിൽ തർക്കമില്ല. കാരണം VS അച്യുതാനന്ദനെ പോലുള്ള ഒരാൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി വന്നതിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിച്ചതിൻ്റെ പേരിൽ തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുമ്പോഴൊക്കെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ കൂടിയാണല്ലോ നമ്മളെല്ലാവരും. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരിക്കണം എന്നുള്ളത് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് KM ഷാജഹാൻ ഒരിക്കൽ ഒരു അനുസ്മരണം നടത്തുകയുണ്ടായി. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി അദ്ദേഹം ജീവിതം ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ താമസിക്കാത്ത, അല്ലെങ്കിൽ ഒരു അന്തി പോലും ആ ക്ലിഫ് ഹൗസിൽ അന്തി ഉറങ്ങാത്ത ഒരേ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ VS അച്യുതാനന്ദൻ്റെ മകൾ മാത്രമേ ആയിരിക്കും എന്നാണ് KM ഷാജഹാൻ പറഞ്ഞത്. കാരണം അവരവിടെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ തൻ്റെ അച്ഛനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അന്തി പോലും അവരവിടെ നിന്ന് ഒരു രാത്രി പോലും അവിടെ തങ്ങിയിട്ടില്ല എന്ന് പറയാം. അത്രത്തോളം തൻ്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി എന്ന രീതിയിൽ തൻ്റെ അത്തരം സൗകര്യങ്ങൾ മക്കൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന് തീർത്തും നിർബന്ധമുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എത്രത്തോളം ലാളിത്യം നിറഞ്ഞതായിരിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ മുഖമുദ്ര തന്നെയായിരുന്നു VS-ൻ്റെ ജീവിതം. അതിന് യാതൊരു തർക്കമില്ല. അത് പലരെയും വിരൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള നേതാക്കന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ തീർച്ചയായും അവരെവിടെ ചെന്ന് നിൽക്കുന്നു, ഇവർ തന്നെ കളിയാക്കുന്ന തരത്തിലുള്ള ബൂർഷാ മുതലാളിമാരുടെ ജീവിതമായി തട്ടിച്ചു നോക്കാവുന്ന തരത്തിലാണ് പലർക്കും ഏതാണ്ട് 5000 കോടിയിലേറെ രൂപയുടെ സമ്പാദ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ തീർച്ചയായും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഇത്തരത്തോളം സമ്പാദ്യം ഉണ്ടായത് എന്നുള്ളതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം. അത് ശരിയാണെന്നുണ്ടെങ്കിൽ അന്വേഷിക്കപ്പെടട്ടെ. എന്തായാലും നമ്മുടെ കൺമുൻപിലുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകളുടെ വീണ വിജയൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ED അവർ റെയ്ഡ് ചെയ്യുമ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം കണ്ടുകെട്ടുകയും അത് ഫ്രീസ് ചെയ്യുകയും ചെയ്തു. അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു അക്കൗണ്ടിൽ ഏതാണ്ട് 19 കോടി രൂപയോളം വരുമാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കോടീശ്വരിയാവാൻ പാടില്ലായി എന്നില്ല. പക്ഷേ ഇതിന് തക്കവണ്ണം ഈ 19 കോടി രൂപ ഇത്തരം ചെറുപ്രായത്തിൽ സമ്പാദിക്കത്തക്ക രീതിയിൽ അവരെന്ത് തൊഴിലാണ് ചെയ്തിരുന്നത് എന്നുള്ളത് അന്വേഷിക്കാൻ ഈ നേതാവിന് ജയ് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെയാണ് VS അച്യുതാനന്ദനെ പോലുള്ള തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു നേതാവിൻ്റെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെയൊക്കെ പ്രസക്തി മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ ഈ പറഞ്ഞ പോലെ VS-ന്റെ സന്തത സഹചാരി, VS-ന്റെ PA ആയിരുന്ന മലമ്പുഴയിൽ ഇപ്പം UDF-ന്റെ ഭാഗമായി മത്സരിച്ച അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനം ഞാൻ കണ്ടു. ഇന്നലെ രാത്രി വന്നിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ
ഇത്തരത്തിൽ CPM ചരിത്രത്തിൽ വല്ലാണ്ട് ഉണ്ടായിട്ടില്ല, അപൂർവമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് പൂർണ്ണമായിട്ടും പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി VS ഭയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സാധനം വരുന്നത് എന്നുള്ളതും, തൻ്റെ ഇമേജ് ആരുടെങ്കിലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം തന്നിലോട്ട് വരുന്നു എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിന് നന്നായിട്ടുണ്ട്. അത് ഞാൻ ഉപയോഗിച്ച വാക്കുകൾ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള, പക്ഷെ അദ്ദേഹം അതിരൂക്ഷമായിട്ടാണ് ഇന്നലെ പിണറായി വിജയനെ കടന്നാക്രമിച്ചത്. കാരണം VS നന്നായിട്ട്, പിണറായി വിജയനേക്കാൾ നന്നായിട്ട് അറിയുന്നവരാണ് അദ്ദേഹം. കാരണം VS എല്ലാ കാലത്തും VS കൂടെ നിന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്നുണ്ടെങ്കിൽ അത്രത്തോളം അവസാന കാലഘട്ടം അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, VS ഒറ്റിക്കൊടുത്തത്, VS ഇല്ലാണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പാർട്ടി തന്നെയാണെന്നുള്ളത്. പാർട്ടിയിലെ പല നേതാക്കന്മാരാണെന്നുള്ളതും. VS എല്ലാ കാലത്തും അത് സ്ഥാപിത താല്പര്യക്കാര്. അതെ. അപ്പം ഈ പറഞ്ഞ പോലെ അന്ന് VS ഇരുന്ന ആ സ്ഥാനത്തോട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ടും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിട്ടും പിന്നീട് കണ്ണുവച്ച ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു പിന്നീട് മുഖ്യമന്ത്രി ആയതും പിന്നീട് നിലവിൽ പ്രതിപക്ഷ നേതാവായതൊക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ചൊൽപ്പനങ്ങൾക്ക് നിൽക്കാത്തതിൻ്റെ പേരിൽ VS പലതരത്തിലുള്ള വിയോജിപ്പ് അന്നേ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പല സന്ദർഭങ്ങളിലായി പല കാലഘട്ടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പാർട്ടി മുഖപത്രങ്ങളിൽ പോലും പലപ്പോഴും വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെ അനുകൂലിച്ചാണെങ്കിൽ അതേ പാർട്ടി തന്നെ പിറ്റേ ദിവസം പിണറായി വിജയനെ പ്രതികൂലിച്ചായിരുന്നു. കാരണം അന്ന് VS ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറി, പാർട്ടിയിൽ ഈ പറഞ്ഞ പോലെ സംഘങ്ങൾ മാത്രമായി പുകഴ്ത്തുന്ന ഒരു സംഘം മാത്രമായി മാറുന്നു. അപ്പോൾ VS അതേപോലെ കോടിയേരിയും അതേപോലെ പല നേതാക്കന്മാരുടെ വിയോഗം പാർട്ടിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം അവരെ പോലെ അത്ര എന്താ പറയുക നേതാക്കന്മാർ ഇനി CPM കിട്ടില്ല, അല്ലെങ്കിൽ ഉള്ളത് തന്നെ ഇല്ലാണ്ടായി. ഇനി ഉള്ളത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ പിണറായി വിജയന് സ്തുതി പാടുന്ന പല നേതാക്കന്മാരും. അല്ല, അതും ഏതാണ്ട് അസ്തമിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ ഇന്നും മുഴങ്ങുന്നു ആ കടലിരുമ്പം വായിച്ച ഓർമ്മയിൽ നിന്ന് ഫവാസ് പങ്കുവച്ച രണ്ട് വാക്കുകൾ കടം കൊണ്ടുകൊണ്ട് തന്നെ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ദ്വന്ദ്വാക്ഷരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന VS എന്ന രണ്ടക്ഷരത്തിൽ അല്ലെങ്കിൽ EMS എന്ന മൂന്നക്ഷരങ്ങളിലൊക്കെ പലതും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്കുള്ളതെങ്കിൽ, ഈ ചുവപ്പ് കണ്ടാൽ വിരളി പിടിക്കുന്ന പോത്തിനെ പോലെയാണ് VS എന്ന രണ്ടക്ഷരം ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ മരണശേഷവും VS എന്ന് കണ്ടു കഴിഞ്ഞാൽ വിരളി പിടിക്കുന്ന ചില ആളുകൾ.